ചാനൽ. ഇന്ന് നമുക്കൊരു റീസെറ്റ് വ്ളോഗാണ് കേട്ടോ. ഇന്ന് ജൂലൈ 1 അല്ലേ. അപ്പോൾ ഞാൻ വിചാരിച്ചു മൊത്തത്തിലൊന്ന് റീസ്റ്റാർട്ട് ചെയ്യാമെന്ന്. കാരണം കുറേ നാളായിട്ട് ഞാൻ ഭയങ്കര ലേസിയാണ്. എനിക്ക് ഒരു കാര്യങ്ങളും അങ്ങോട്ട് പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുന്നില്ല. മൊത്തത്തിൽ ഞാനിങ്ങനെ കൂട്ടിയിട്ടിട്ട് ഒരുപാട് കാര്യങ്ങളായിട്ടുണ്ട് ചെയ്യാനുള്ളത്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും മൊത്തത്തിലൊന്ന് ഓർഗനൈസ് ചെയ്യാമെന്ന്. 2025 സ്റ്റാർട്ട് ചെയ്തപ്പോഴത്തേക്കും കുറേ ജേണലൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. ജേണലല്ല, പ്ലാനർ ഒക്കെ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അതൊന്നും കറക്റ്റായിട്ട് യൂസ് ചെയ്യുന്നില്ല. ഒരു 2-3 മാസം കറക്റ്റായിട്ട് യൂസ് ചെയ്യും, പിന്നെ അതൊന്നും യൂസ് ചെയ്യത്തില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ഇനി ഒരു 6 മാസം ഉണ്ടല്ലോ, അപ്പോൾ മൊത്തത്തിലൊന്ന് കുറച്ചുകൂടെ ഒന്ന് മെച്ചപ്പെടുത്തിയെടുക്കാം എന്നാണ് വിചാരിക്കുന്നത്. അപ്പം ഞാൻ എൻ്റെ പ്ലാനറൊക്കെ കുറേ എഴുതി കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ കുറേ പേജസ് ഒന്നും ഇതിൽ എഴുതിയാലും അത് തിരിഞ്ഞു പോലും നോക്കാറില്ല. അങ്ങനത്തെ പേജസ് ഒന്നും ഞാനിപ്പോൾ കഷ്ടപ്പെട്ട് ഫില്ല് ചെയ്യുന്നില്ല കേട്ടോ. ഞാൻ കൂടുതൽ എഫേർട്ട് ഇടാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം കാര്യമില്ലാത്ത കാര്യത്തിന് വേണ്ടിയിട്ട് അധികം എഫേർട്ട് ഇടണ്ടെന്ന് വിചാരിച്ചിട്ട് നമുക്ക് പറ്റുന്ന കാര്യങ്ങൾ മാത്രം ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ എൻ്റെ കുറേ പഴയ ജേണലും പ്ലാനറൊക്കെയാണ്. അതൊക്കെ ഒന്ന് പൊടി തട്ടി എടുത്തിട്ടുണ്ട്. കുറേ പേജസൊക്കെ ഇതിലുണ്ട് കേട്ടോ. അപ്പം അതൊക്കെ ഒന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി പിന്നെ യൂസ് ചെയ്യാമല്ലോ. അതുപോലെ ഈ ഒരു പ്ലാനറും എൻ്റെ കഴിഞ്ഞ വർഷത്തെ പ്ലാനറാണ്. ഇതിലും കുറേ പേജസ് ഒന്നും ഞാൻ യൂസ് ചെയ്തിട്ടില്ല. അങ്ങനെ നോക്കിയപ്പോഴാണ് എൻ്റെ ഒരു ഫോട്ടോയൊക്കെ കിട്ടിയത്. അപ്പോൾ ഞാൻ വിചാരിച്ചു പുതിയ ജേണലിൽ സ്റ്റിക്ക് ചെയ്യാമെന്ന്. പക്ഷേ പ്ലാനറിൽ അത് സ്റ്റിക്ക് ചെയ്യാനുള്ള പ്ലേസ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ പഴയ ജേണലിൽ തന്നെ അത് സ്റ്റിക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് എൻ്റെ ഒരു പ്ലാനറാണ്, എൻ്റെ ഫസ്റ്റത്തെ പ്ലാനറാണ് കേട്ടോ. ഇത് ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിയതാണ്. നമ്മുടെ കോവിഡ് ടൈമില്ലേ, ആ ഒരു ടൈമിലൊക്കെ വാങ്ങിയൊരു പ്ലാനറാണ് കേട്ടോ. അപ്പോൾ ഇതിലും അങ്ങനെ കൂടുതലായിട്ട് അങ്ങനെ ഭംഗിക്കൊന്നും എഴുതിയിട്ടില്ല. എനിക്കത് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടിട്ടില്ല. പക്ഷേ ഇതും ഇനി യൂസ് ചെയ്യണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അങ്ങനെ ജേണൽ ചെയ്യാമെന്ന് വിചാരിച്ചു, പക്ഷേ ജേണൽ ചെയ്യാനൊരു മൂഡില്ല. അപ്പം ഞാൻ വിചാരിച്ചു ഇപ്പം ഡയറി എഴുതുന്ന പോലെയൊക്കെ കുറേ കാര്യങ്ങൾ എഴുതാൻ മൂടുള്ള ദിവസം, ഇങ്ങനെ എല്ലാ ദിവസവും നമുക്ക് എഴുതാനൊന്നും തോന്നത്തില്ലല്ലോ. അങ്ങനെ എഴുതാൻ തോന്നുന്ന ദിവസം പേഴ്സണലായിട്ട് കുറേ കാര്യങ്ങൾ, ചെയ്യാനുള്ള കാര്യങ്ങളും ചെയ്യേണ്ടാത്ത കാര്യങ്ങളും ഒക്കെ എഴുതി വെക്കാൻ വേണ്ടിയിട്ട് ഇതുപോലൊരു ഈ ബുക്കിനെ ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ അതിന് വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ജൂണിലെ കുറേ കാര്യങ്ങളൊക്കെ എഴുതി കൊടുത്തിട്ടുണ്ട്. ഇത് ജൂലൈയിലെ എഴുതാൻ വേണ്ടിയിട്ടാണ്. ഞാൻ കുറേ പ്ലാനിങ് ഒക്കെ ചെയ്ത് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. നമ്മൾ 2.7K സബ്സ്ക്രൈബേഴ്സ് ആയിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. ഞാൻ പുതിയൊരു റുട്ടീനൊക്കെ സെറ്റപ്പ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. അപ്പോൾ അത്രേ ഉള്ളൂ. ടാറ്റാ, ബൈ.